നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ, ആ സി എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കോ? ഉണ്ടാക്കോ അമ്മേ. അയാൾ ഒരു തടസ്സം ഉണ്ടാക്കിയ ആ തടസ്സം മറികടക്കാൻ നമ്മൾ 9 വഴികൾ കണ്ടുപിടിച്ചിരിക്കും. എല്ലാം കഴിഞ്ഞ് ആ സ്വാതിപ്പെണ്ണിനെ നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ചൊന്ന് കാണണം. അവള് പിന്നെ ആരോട് ഇങ്ങനൊരു ചതി കാണിക്കാത്ത രീതിയിൽ പാഠം പഠിപ്പിച്ചു വേണം വിടാൻ. അവളെ നിയമത്തിന്റെ രീതിയിൽ പാഠം പഠിപ്പിച്ചോളും കനകേച്ചി. കനക പറഞ്ഞതുപോലെ അവൾക്ക് നമ്മുടെ വകയെ ഒരു ദക്ഷിണ കൊടുക്കണം. ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കാനുള്ള ഒരു സമ്മാനം. ഞാനൊരു വക്കീല് നിയമത്തിന്റെ വഴിയിലേ സഞ്ചരിക്കാവൂ. എന്നാലും ഞാനും പറയുന്നു, അവൾക്കൊരെണ്ണം എന്റെ വകയായി ഞാൻ കൊടുക്കും. അർജുമോനൊരു ആത്മവിശ്വാസമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ? അതേമേ, അർജുനേട്ടൻ എല്ലാ വിശ്വാസവും നമ്മളിൽ അർപ്പിച്ച് സന്തോഷത്തോടെ കഴിയുക. ഇത് ഈശ്വര, ഞങ്ങളെ വിട്ടുകളയല്ലേ. ഞങ്ങൾക്കും ഞങ്ങളുടെ മോനും ആരോഗ്യം തരണേ. പേടിക്കാതെ അച്ഛമ്മ. അച്ഛമ്മയുടെ പൂജയല്ലേ പറയുന്നത്. അജുവേട്ടൻ കൃത്യ ദിവസം കൃത്യസമയത്ത് കൃത്യമായിട്ട് ഇവിടെത്തും. ഇത് എന്റെ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും ഉറപ്പാ. അച്ഛൻ. ആ അച്ഛാ. മോളെ, നീ വീട്ടിലാണോ? അതെ അച്ഛാ. മോളെ, ഞാനും അരുണും ഇത് കൃഷ്ണപുരത്താ. പറഞ്ഞില്ലേ, അഞ്ജനെ കാണാൻ വന്നതാ. കണ്ടോ അച്ഛാ അഞ്ജനാമേ? മുമ്പ് താമസിച്ചിരുന്നിടത്ത് അവരില്ല മോളെ. ഞങ്ങൾ പിന്നെ ആ ഹോട്ടലുകാരത്തെ സ്ത്രീയില്ലേ, ആ റാണി വള്ളത്തെ സ്ത്രീ, അവരെ കണ്ടു. ആ, എന്നിട്ട് അവര് പറഞ്ഞത് അഞ്ജനയുടെ മാനസിക നില തെറ്റി അഞ്ജന ഒരു മെന്റൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തേക്ക് വന്നു. അയ്യോ, അഞ്ജനാമ മെന്റൽ ഹോസ്പിറ്റലാക്കിയെന്നോ? ഇല്ല അച്ഛാ, ഒരിക്കലും ആശുപത്രിയിലൊന്നും ആയിരിക്കില്ല. അല്ല മോളെ, അവര് വ്യക്തമായിട്ടും പറഞ്ഞതാ. അഞ്ജനയുടെ ഭർത്താവും മോനും അവരുടെ കൂടെ ഉണ്ടെന്നും പറഞ്ഞു. ഇതിലെന്തോ ചതിയുണ്ടച്ചാ, ഉറപ്പാ. ആ അമ്മയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ വരില്ല. ഇതാ അമ്മ എന്തോ കെണിയിൽപ്പെടുത്തിയതാ. മാനസിക നില തെറ്റിയ ആളാണെന്ന് വരുത്തി തീർക്കാനുള്ള എന്തോ ഒരു നീക്കം ഉണ്ടച്ചാ. പാവ അമ്മ, അച്ഛനൊന്ന് രക്ഷിക്കണം. പക്ഷെ മോളെ, ഇനി യഥാർത്ഥത്തിൽ അഞ്ജനയ്ക്ക് മെന്റൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റത്തില്ല. ഇല്ലച്ചാ, ഞാൻ 100% ഉറപ്പിച്ചു പറയുന്നു, ഇതിലെന്തോ ഗൂഢാലോചനയുണ്ട്. ഒരു ഭ്രാന്തിന്ന് വരുത്തി തീർത്തിട്ട് എന്തൊക്കെയോ സാധിച്ചെടുക്കാനുണ്ട്. അതിനുവേണ്ടി ആരൊക്കെയോ ചേർന്ന് ഒരുക്കുന്ന നാടകം ഇത്. അത് ഉറപ്പാ. അച്ഛനിപ്പോ എവിടെയുണ്ട്? നമുക്ക് അന്വേഷിക്കാം. ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലച്ചാ. മോളെ, നീ വരികയൊന്നും വേണ്ട, അച്ഛൻ നോക്കിക്കോളാം. എന്തായാലും അഞ്ജനെ കണ്ടുപിടിച്ചേ പറ്റൂ. അവളോട് സംസാരിച്ചാലേ ആ കമ്മീഷണറെ കുറിച്ച് അറിയാനും പറ്റൂ. എനിക്ക് ഉറപ്പുണ്ട് മോളെ, ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾക്ക് പിന്നിൽ പക തീർക്കാൻ അഞ്ജനെ അയാൾ ഉപയോഗിക്കുക. അച്ഛാ, അഞ്ജനാമ്മയുടെ കാര്യത്തില് അച്ഛന് ഒരു സംശയം വേണ്ട. എന്ത് പ്രശ്നം വന്നാലും ഉടയാത്ത മനസ്സാ അച്ഛ അമ്മയുടേത്. നല്ല ഓർമ്മശക്തിയാ. ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അതിശയിച്ചു പോയിട്ടുണ്ട് അഞ്ജനാമ്മയുടെ മനസ്സിന്റെ ശക്തിയെക്കുറിച്ച്. ഇത് വ്യക്തമായ എന്തോ ഒരു പ്ലാനിങ്ങാ. അവരുടെ മാനസിക നില തെറ്റിയെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം. അതിനു പിന്നിൽ അച്ഛൻ പറഞ്ഞ ആ ഭർത്താവും മകനും തന്നെ ആയിരിക്കും. അവരോട് കാര്യങ്ങൾ ചോദിക്കണോ അച്ഛാ? അപ്പൊ എല്ലാം വ്യക്തമാവും. ശരി മോളെ, മോള് പറഞ്ഞ പോലെ ചെയ്യാം. ഏത് മെന്റൽ അസൈലത്തിലാന്ന് ഞാൻ കണ്ടുപിടിക്കാം. എന്നിട്ട് നേരിട്ടിയല്ല. ആ അതെ, അഞ്ജനാമ്മ നേരിട്ട് കണ്ട് സംസാരിക്കണം. അപ്പൊ അച്ഛന് മനസ്സിലാവും ഞാൻ പറഞ്ഞത് സത്യമാണെന്ന്. ശരി മോളെ, എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോവുക. പിന്നെ അവിടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? ആ, എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് അച്ഛാ. 108 ദിവസം അജുവേട്ടൻ ഈ വീട്ടിലുണ്ടാവും. അതെന്റെ വാക്കാ. ഓക്കെ മോളെ. അങ്കിളെ, എന്തായി? മധു ആന്റിയുടെ പദ്ധതികൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല മോളെ. ഒന്നുകിൽ അവൾ ബുദ്ധിപൂർവ്വം കളിക്കുക, അല്ലെങ്കിൽ അവൾ പൂർണ്ണമായിട്ട് മാറി.
ഇത്രയും കാലത്തെ ജയിൽവാസം കൊണ്ട് ഒരുപക്ഷെ ചില മാറ്റങ്ങൾ ഉണ്ടാവാം. പ്രിയ അല്ലെങ്കിൽ പിന്നെ ആര്? നമുക്ക് ഈ കേസ് വിജയിക്കണമെങ്കിൽ അത് കണ്ടെത്തിയേ മതിയാകൂ. നമ്മളെ അറിയുന്ന ആരും ഇതിന്റെ പിന്നിലുണ്ടെന്ന് വ്യക്തമല്ലേ? ആ എന്താ നിങ്ങൾ നേരത്തെ വന്നേ? മധുവാന്റെ സ്നേഹസാന്നിധ്യം സെറ്റായ? മധു പ്രിയയെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. സ്നേഹസദനിൽ നിന്ന് പ്രിയ പുറത്തുള്ള ആരെയും കോണ്ടാക്ട് ചെയ്യുന്നില്ല, അതുറപ്പാ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് അർജുനേട്ടനെ കുരുക്കാൻ വേണ്ടി സ്വാതിക്ക് എങ്ങനെ പറ്റും? പുറത്താരുടെയും സഹായം ഇല്ലാതെ ഇതൊന്നും നടക്കില്ല. സ്വാതിക്ക് ഈ വീട്ടിലുള്ള ആരെയും നേരിട്ട് പരിചയവുമില്ല. പൂജിച്ച് അർജുനേട്ടനെ കണ്ടുമുട്ടിയപ്പോൾ ഉള്ള കാര്യങ്ങള് സ്വാതി എങ്ങനെ അറിഞ്ഞു? അതറിയാവുന്ന ഒരേ ഒരാള് പ്രിയയാ. അപ്പൊ അവള് പറഞ്ഞിട്ടായിരിക്കും സ്വാതി വന്നത്. അർജുനേട്ടനെ കേസിൽ കുടുക്കെങ്കിൽ അതിന്റെ പിന്നിൽ പ്രിയ തന്നെയായിരിക്കും. പ്രിയ പക്ഷേ ആരുമായി ബന്ധപ്പെടുന്നില്ല. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സംശയം നൽകുന്ന മൂവ്മെന്റ് അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണ്ടേ? അങ്ങനെ സംശയിക്കാൻ പ്രത്യേകിച്ച് ഒരു കാര്യവും സ്നേഹസദനിൽ നടന്നിട്ടില്ല. ഞാൻ അവളെ പലതവണ പ്രൊവോക്ക് ചെയ്യാൻ നോക്കി, പക്ഷെ അവളുടെ പ്രതികരണം ഒന്നും അറിയാത്തവളെ പോലെയായിരുന്നു. മധുവാന്റിയുടെ മുന്നിൽ പ്രിയയുടെ കള്ളക്കളിയൊന്നും നടക്കത്തില്ല. രണ്ടുപേരും ഒരേ സ്കൂളാ. കുശുമ്പിന്റെയും കുന്നായ്മയുടെയും കാര്യത്തിൽ അവരെ കട്ടാക്കി നിൽക്കും. പക്ഷേ ഇതുവരെ സംശയിക്കാൻ തരത്തിൽ വ്യക്തമായ തെളിവുകളൊന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. അവള് പഠിച്ച കള്ളിയാങ്ങളെ. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പ്രിയെ പോലെ മിടുക്കുള്ള ആള് വേറെ ഇല്ല. എന്തായാലും മധു നല്ലവണ്ണം ശ്രമിക്കുന്നുണ്ട്. ഇനി മധുവാന്റെയും പ്രിയയും കൂടെ ചേർന്ന് പുതിയ തന്ത്രങ്ങൾ വല്ലതും പ്ലാൻ ചെയ്യുകയാണോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. മധുവിന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കില്ല. അല്ല അതിന് എന്ത് ഗ്യാരണ്ടി ഉള്ളത്? പ്രിയയുടെ വലങ്കയായിരുന്നു മധുവാന്റി. ഇനിയിപ്പോ രണ്ടുപേരും കൂടെ ഒത്തുചേർന്നിട്ട് നമ്മുടെ കണ്ണിൽ പൊടിയിടുന്നതാണോന്ന് ആർക്കറിയാം? ഇനി പ്രിയമായി ഒരിക്കലും മധു ചേരില്ല. ആദ്യമൊക്കെ മധു പ്രിയയെ സപ്പോർട്ട് ചെയ്തത് സ്വന്തം സഹോദരിയുടെ മകളെന്ന രീതിയില. പൂജയുമായുള്ള ശത്രുത അതിന് ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഒരിക്കലും മധു പ്രിയയെ സപ്പോർട്ട് ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാ. പൂജേച്ചിയുടെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു തുമ്പ് കണ്ടെത്തിയേ മതിയാവൂ. പക്ഷേ മധു വിചാരിച്ചിട്ടും പ്രിയയുടെ ഒരു രഹസ്യവും ഇതുവരെ ചോർത്താൻ കഴിഞ്ഞിട്ടില്ല. മധു പറയുന്നത് പ്രിയ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷിച്ചാണ് ചെയ്യുന്നതെന്ന്. ഇന്ന് മധു ഒരു ശ്രമം കൂടെ നടത്തും, അപ്പോ അറിയാം. സ്നേഹേ, നീ എന്തായാലും പൂജയോടൊപ്പം ഉണ്ടാവണം. നമ്മളെല്ലാവരും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് കൂടെ കാണണം. ഒരിക്കലും പൂജയിച്ച് ഒറ്റയ്ക്കാണെന്നൊരു തോന്നലുണ്ടാവരുത്. അത് പിന്നെ അങ്ങനെയല്ലേ അഖിലേ? മധു പോലും രംഗത്തിറങ്ങിയില്ലേ? ഇതിൽ നമ്മൾ ജയിക്കും. എവിടെന്നെങ്കിലും ഒരു തുമ്പ് കണ്ടെത്താതിരിക്കില്ല, എനിക്ക് പ്രതീക്ഷയുണ്ട്. ഇനി വസന്തനങ്ങൾ പറഞ്ഞതുപോലെ പ്രിയ തെറ്റ് തിരുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നല്ലത് തന്നെയാ. പക്ഷെ അർജുൻ സാറിനെതിരെ ഇത്രയും ശക്തമായ ഒരു കേസ് ഉണ്ടാക്കാൻ കെൽപ്പുള്ള കമ്മീഷണർ ഹേമചന്ദ്രന്റെ ഒരു വിവരവുമില്ല. റാണിയാണെങ്കിൽ ഒരു തെറ്റിൽ നിന്ന് മറ്റൊരു തെറ്റിലേക്ക് പോയി പോലീസിന്റെ കണ്ണിൽ പെടാതെ എവിടെയോ ഒളിച്ചിരിക്കുക. എനിക്ക് തോന്നുന്നത് അർജുനോട് വൈരാഗ്യമുള്ള ഏതോ ക്രിമിനലാണിത് ചെയ്തതെന്ന്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനൊന്ന് പൂജിച്ചേ കാണട്ടെ. മധുവാന്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ വിളിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. ജോർജ് കുട്ടി ചേട്ടൻ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് വരാമെന്നും പറഞ്ഞിട്ടുണ്ട്.